ഹായ് ഹലോ വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പം ഞങ്ങളുടെ വെക്കേഷൻ തുടങ്ങുകയാണ്. ഞങ്ങൾ ലണ്ടനിൽ നിന്ന് രാവിലെ ഒരു 5 മണിയായപ്പോഴേക്കും ഗൾഫിലോട്ട് പോവുകയാണ്. അവിടെ ചേച്ചി പിള്ളേർ പിന്നെ അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വെക്കേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അതെ, അവിടെ നിന്ന് മറ്റൊരു യൂട്യൂബ് ചാനലും ഇവിടെ നിന്ന് മറ്റൊരു യൂട്യൂബ് ചാനലുമാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ എവിടെയോ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി ഇരിപ്പുണ്ട്. സഞ്ജിത്തേട്ടനെ കിട്ടിയില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കിങ്സ്റ്റണിലെ എന്താണ് കോൺഫെഡറേഷൻ പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് എങ്ങനെയാന്നൊക്കെ പറയാം. കൊള്ളാമോനെ കാണാൻ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫോളോ മീ കാണിക്കുന്നുണ്ട് ചേച്ചി. ഒരു കാർ പോയി, 2 കാർ പോയി, മൂന്നാമത്തത് ആ ബ്ലൂ കാറാണ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ടു കിങ്സ്റ്റൺ കോൺഫെഡറേഷൻ പാർക്ക്, അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കിങ്സ്റ്റൺ എത്തി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കിങ്സ്റ്റൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കിങ്സ്റ്റൺ കോൺഫെഡറേഷൻ പാർക്കിലാണ് വന്നേക്കണേ. ആദ്യം ഞാൻ ഭയങ്കര പതുക്കെ പറയണേ, കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടി വരും. ഇത് കനേഡിയൻ പസഫിക് എന്തോ ഒരു ട്രെയിനിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ നിൽപ്പുണ്ട്. നമുക്ക് എന്താ ചേച്ചി അവിടെ നിന്ന് ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനായിട്ട് ഇഡ്ഡലി, സാമ്പാർ. എനിക്ക് ചമ്മന്തി തന്നില്ല, എന്നെ പറ്റിച്ചു. ചമ്മന്തി തന്നില്ല, എന്നെ പറ്റിച്ചു. ചമ്മന്തി തന്നില്ല, എനിക്ക് മാത്രം ചമ്മന്തി തന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം നേരെ പോകാൻ പോകുന്നത് 1000 ഐലൻഡ്സിലാണ്. അവിടെ നമ്മളൊരു ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ക്രൂസ് കാണാൻ 1000 ഐലൻഡ്സ് ഒന്ന് ചുറ്റി കാണാൻ പോവുകയാണ്. നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാൻ 1000 ഐലൻഡ്സ് ക്രൂസ് 1 hour ജേർണി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് കിങ്സ്റ്റണിൽ. അതാ 2 ബോഡീസ്. എവിടെയാണ് കടന്നു വരൂ? സഞ്ജു സാംസനെ പോലെ ഒരു അണ്ണച്ചയെ കിട്ടി ഇവിടെ കനേഡയിലെ. സഞ്ജു സാംസനെ പോലത്തെ ഒരു അണ്ണാച്ചിനെ കിട്ടിയെന്ന് ചേച്ചിയുടെ ഭർത്താവിനെയാ പറഞ്ഞത്. ചേച്ചി തണ്ണീർമുക്കം ജില്ലയിൽ വന്നതുപോലെ അതെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നോയലെ ടാറ്റ. നോയലെ Hey. Hey, how's it going? Good, how are you? Very well, thank you. Hi. വെൽക്കം ഓൺ ബോർഡ് ഷിപ്പിൽ കേട്ടോണ്ടിരുന്നു കുറെ കാലത്തിന് ശേഷമാണ്. അങ്ങനെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നു. നമ്മൾ ബ്രിഡ്ജ് ഓഫ് USA അടുത്തോട്ടാണ് പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ബോർഡർ പോലെയാണ്. USA പോകുന്ന ഒരു ബ്രിഡ്ജാണതും. ഓ, അങ്ങനെ കുറേ കുട്ടി ഐലൻഡ്സ് ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവിടെ ഒരു കാസിൽ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്രൂസ് എന്ന് പറയുന്നത്. കാരണം കുറേ കുട്ടി ഐലൻഡ്സ് കാണാം. പിന്നെ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു റിലാക്സേഷൻ പോലെ നമുക്കിങ്ങനെ ചെറിയ തരുന്ന കണ്ട് പോകാം. ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇതാ കാണുന്നത്. നമ്മൾ ക്യാസിലെത്തി ഗൈസ്.
അപ്പോൾ ഇവിടെ കയറണമെങ്കിലുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ US വിസയോ അല്ലെങ്കിൽ സിറ്റിസണോ ആയിരിക്കണം, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ശരിയാ, US വിസയുള്ള ഒരേ ഒരാളെ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. ആ കാണുന്ന കാസിൽ കാണാനാണ് ഞങ്ങൾ വന്നത്. ഇതൊക്കെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന അല്ലാണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ദേ ഈ കാണുന്ന ക്രൂസ് ഷിപ്പാണ് ഞങ്ങൾ പോയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയിരിക്കുന്ന ബ്രോക്ക്വിൽ ഒരു റെയിൽവേ ടണലുണ്ട്, അത് കാണാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് അലമ്പൊക്കെയാണ്. നമ്മളിങ്ങനെ ഫുൾ ദേവ് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ഗ്ലാസ് ഒക്കെ വെച്ച് കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ അടുത്തതായി വന്നിരിക്കുന്നതാണ് ബ്രോക്ക്വിൽ സിറ്റി ഓഫ് 1000 ഐലൻഡ്സ്. ഈ കാണുന്ന ടണൽ വഴി അപ്പുറത്തൊരു പാർക്കാണുള്ളത്. അപ്പോൾ ഈ ടണൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നു. കാരണം പാർക്കൊന്നും എക്സ്പ്ലോർ ചെയ്യേണ്ട ഇത് നമുക്ക് കിട്ടിയില്ല. നമ്മളങ്ങനെ പോയിട്ട് ഷടേന്ന് പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട് വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് വിദ്യ ചേച്ചി മാളു ചേച്ചിയുടെ കൂടെ PhD ചെയ്യുന്ന ആണ്, ഗൾഫിലാണ്. ഹലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു പഴയ കനേഡിയൻ ട്രെയിനിൻ്റെ അകത്താണ്. അതെ. അപ്പോൾ ഇതാണ് പണ്ടത്തെ ട്രെയിൻ. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതായിരുന്നു പണ്ടത്തെ റെയിൽവേ. എവിടത്തെ റെയിൽവേ? ഓ, ഇതിന്റെ മണ്ടയിലൊക്കെ മണ്ടയിൽ ആൾക്കാർ എങ്ങനെ കയറുന്ന കാണിച്ചു തരാം. നമ്മളിങ്ങനെ പിടിച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ കഴിക്കും. പക്ഷേ ഈ സെറ്റപ്പ് ശരിക്കും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അഡാപ്റ്റ് ചെയ്യാൻ ആ ഒരു മണം ഉണ്ട് തോന്നുന്നു അല്ലേ റെയിൽവേയുടെ. അപ്പോ ഇതാണ് ആ സംഭവം. ഒരൊറ്റ കുട്ടി കമ്പാർട്ട്മെന്റ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി. അതായത് ഇങ്ങനെ ഒരു ഐക്കോണിക് പീസ് പോലെ എന്തോ വെച്ചേക്കണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു 2 സീറ്റ്സ് പോലെ ഉണ്ട്. മേലെ നമുക്ക് പാസഞ്ചേഴ്സ് ഉണ്ട് ഗൈസ്. കടലുണ്ടോ ചേച്ചി? കടലയോ? നീ ആദ്യം ടിക്കറ്റ് കാണിച്ചിട്ട് കടല ചോദിക്ക്. പിന്നെ ഇവിടെയും കുറച്ചുണ്ട്. പിന്നെ ഇതൊക്കെ ലോക്ക്ഡ് ആക്കി വെച്ചേക്ക. ഇതൊക്കെ എന്താ സംഭവം പോലും അറിയില്ല. അങ്ങനെ ഇതിനകത്താണ് ഞങ്ങൾ കയറിയത്. ഞാൻ പുറത്ത് നിന്ന് കാണിച്ചു തരാം എവിടെയാ കയറിയതെന്ന്. ഇതിനകത്തുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ മാളു ചേച്ചിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. 1000 ഐലൻഡ്സ് ബ്രോക്ക്വിൽ. ഇത് വന്നിട്ട് പെർട്ടിക്കുലർലി ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ റെയിൽവേ ടണൽ പാത്വേയോ അങ്ങനെ എങ്ങാണ്ടോ. ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിങ്ങനെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല വലിയ ചെയറൊക്കെ ഉണ്ട്. നന്നായിട്ട് ഇന്ന് വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് വഴിയേ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു വരാം. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഒരു ട്യൂലിപ്പ് ഫെസ്റ്റിവൽ കാണാനാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. ടേക്ക് കെയർ എവ്രിവൺ.